നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PSCയുടെ തലപ്പത്ത് കയറിയിരുന്നുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കമ്മികൾക്ക് വേണ്ടി വഴിവിട്ട നീക്കം നടത്തിയ പരീക്ഷാ ക്രമക്കേടുകൾ നടത്തിയ ഉദ്യോഗസ്ഥർക്ക് എട്ടിന്റെ പണി വരുന്നുണ്ട്. ജോലി പോകുക മാത്രമല്ല, അകത്ത് കിടന്ന് അഴിയെണ്ണാൻ പോകുകയാണ്. PSCയിലെ പരീക്ഷാ ക്രമക്കേടിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തതിന് പിന്നാലെ അപകടം വരുന്നുണ്ട് എന്ന് മനസ്സിലായതോടെ ഇപ്പോൾ PSC അംഗങ്ങളെ സംരക്ഷിക്കാൻ CPM നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ PSCയെ ന്യായീകരിച്ചിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ CPMകാർ കൂട്ടത്തോടെ ഇറങ്ങി PSCയെ ന്യായീകരിക്കാൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ PSCയിലെ CPMന്റെ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ PSCക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ പോകുന്നു എന്ന് PSC ഉദ്യോഗസ്ഥരെ. ഈ ഉദ്യോഗസ്ഥർ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എത്ര നെറികേടുകളാണ് കാണിച്ചു കൂട്ടിയത്. കമ്മികൾക്ക് ജയിക്കുന്ന പാകത്തിനാണ് പരീക്ഷകൾക്ക് നീക്കം നടത്തിക്കൊടുത്തത്. അപ്പോൾ പരീക്ഷ എഴുതി, അതായത് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ എന്താണ്? അവരെ പച്ചയ്ക്ക് വഞ്ചിക്കുകയായിരുന്നില്ലേ ചെയ്തത്? ഇതിനെതിരെ ശക്തമായ നടപടികൾ വേണം. വഴിവിട്ട നീക്കങ്ങൾ നടത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും ഈ അന്വേഷണത്തിൽ വെള്ളം ചേർക്കരുതെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ആവശ്യം. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ PSCയെ ന്യായീകരിക്കണമെന്ന് സൈബർ സഖാക്കൾക്ക് പാർട്ടി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിമക്കമ്മികൾ രംഗത്തേക്ക് വന്ന് PSC ഉദ്യോഗസ്ഥരെ ഇരുന്നും കിടന്നും ഒക്കെയാണ് അങ്ങ് ന്യായീകരിക്കുന്നത്. മെഴുകൽ അടങ്കൽ ഏറ്റെടുത്തിരിക്കുകയാണ്. രാത്രിയിലും എക്സ്ട്രാ ടൈം ഡ്യൂട്ടിയാണ് ഇപ്പോൾ അന്തം കമ്മികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങാൻ പോലും സമയമില്ല, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. PSCക്കെതിരായ അന്വേഷണത്തെ വിമർശിച്ചും PSC നടപടികളെ ന്യായീകരിച്ചുമാണ് CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് PSC തന്നെ ഫലപ്രദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും PSCയുടെ കാര്യക്ഷമത തകർക്കാൻ നീക്കം നടക്കുകയാണ് എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. നിലവിൽ ചെയർമാൻ അടക്കം PSCയിലെ അംഗങ്ങളെല്ലാം കഴിഞ്ഞ LDF സർക്കാർ നിയമിച്ചവരാണ്. അന്വേഷണം ചെയർമാനിലേക്കും അംഗങ്ങളിലേക്കും എത്തിയാൽ LDFന് അത് ക്ഷീണമാകും. നിയമനം പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായ വിമർശനമാണ് PSCക്കും കഴിഞ്ഞ സർക്കാരിനുമെതിരെ നടക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് അന്വേഷണത്തെയും സർക്കാർ നടപടികളെയും എതിർക്കാനുള്ള CPM നീക്കം നടക്കുന്നത്. PSC പരീക്ഷാ ക്രമക്കേടിൽ UDF, BJP പോഷക സംഘടനകൾ സമരം ചെയ്തെങ്കിലും SFIO, DYFIO സമരത്തിന് തയ്യാറായിട്ടില്ല. പകരം പ്ലാനിംഗ് ബോർഡ് ചീഫ് പരീക്ഷയിൽ മൂല്യനിർണ്ണയത്തിൽ സാങ്കേതിക തകരാർ മാത്രമാണ് സംഭവിച്ചത് എന്നാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ വിശദീകരണം നൽകുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ S ജയമോഹനന്റെയും CPM നേതാവ് K വരദരാജന്റെയും മക്കൾ പരീക്ഷ എഴുതിയെങ്കിലും ഇരുവരും റാങ്ക് പട്ടികയിൽ മുന്നിലെത്താത്തത് പരീക്ഷ നിഷ്പക്ഷമായി നടന്നു എന്നതിന്റെ തെളിവാണെന്നും ഇവർ വാദിക്കുന്നു. PSC നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് IG അജിത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളായിരുന്നു. എന്തുകൊണ്ട് 10 ചോദ്യങ്ങൾ ഒഴിവാക്കി മൂല്യനിർണ്ണയം നടത്തി എന്നതിന്റെ ഉത്തരം തേടി ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുമ്പോൾ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ചിത്രമാണ് പുറത്തുവന്നത്. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ 1ാം റാങ്കുകാരൻ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ എഴുതിയിരുന്നില്ല. തുടർന്നാണ് റാങ്ക് പട്ടികയിൽ പോലും ഇടം ലഭിക്കാത്ത വിധം പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർക്ക് നേടിയ അരുണിന് 1ാം റാങ്ക് ലഭിക്കാൻ ആസൂത്രിതമായ ക്രമക്കേട് നടന്നത്. അദ്ദേഹം ഉത്തരം എഴുതാതിരുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി. മറ്റുദ്യോഗാർത്ഥികൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയെങ്കിലും അവ പരിഗണിച്ചില്ല. മൂല്യനിർണ്ണയം ശരിയായ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ റാങ്ക് പട്ടികയിൽ പോലും അരുണിന് ഇടം ലഭിക്കില്ലായിരുന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇടത് സംഘടനാ പ്രവർത്തകനായ അരുണിന് മാത്രം പ്രയോജനം ലഭിക്കും വിധം ആസൂത്രിതമായ ക്രമക്കേട് നടന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന് SIT പരിശോധിക്കുകയാണ്. PSCയിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ആലപ്പുഴ സ്വദേശി VS ജയലാൽ SITക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. ആരുടെയും പേര് FIRൽ ചേർത്തിട്ടില്ല. 3ാം വട്ടവും LDF സർക്കാർ അധികാരത്തിൽ വരും എന്ന അമിത ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ 5 വർഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടന്നത്
സമാന്തര റാങ്ക് കച്ചവടമെന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്. PSC അംഗങ്ങളും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ഭരണാനുകൂല സംഘടനാ നേതാക്കളും ചേർന്ന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി നടത്തിയ വഴിവിട്ട ഇടപാടുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറിയതോടെ കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളും അട്ടിമറികളും പുറത്തു കൊണ്ടുവരാൻ കടുത്ത അന്വേഷണത്തിനാണ് VD സതീശൻ സർക്കാർ ഒരുങ്ങുന്നത്. PSC ആസ്ഥാനത്തെ ഇടത് കോട്ടകളിലെ ഉന്നതർക്ക് ഇപ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്കുള്ള റാങ്ക് പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തു വന്നതോടെയാണ് PSCയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ PSC നടത്തിയ ഒട്ടേറെ പ്രധാന പരീക്ഷകളും അഭിമുഖങ്ങളും ഇതോടെ സംശയത്തിലാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP തുടങ്ങിയ മുൻനിര റാങ്ക് പട്ടികകൾക്കെതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ. ഉയരുന്ന എല്ലാ പരാതികളും മുൻപൊക്കെ പുച്ഛിച്ചു തള്ളാറുള്ള PSCക്ക് ഇത്തവണ തെളിവുകൾ സഹിതം പുറത്തു വന്നതോടെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലാതെ മറ്റു വഴികളില്ലാതായി. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണം നടത്തി. കേരളത്തിലെ സിവിൽ സർവീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KAS പട്ടികയിലും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പട്ടികയിലും കൂട്ടത്തോടെ LDF പ്രവർത്തകരും അനുഭാവികളും കടന്നുകൂടിയതിൽ നേരത്തെ തന്നെ വലിയ ദുരൂഹതകൾ ഉയർന്നിരുന്നു. അർഹരായ 100 കണക്കിന് ഉദ്യോഗാർത്ഥികളെ പിന്തള്ളിയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ളവർ റാങ്ക് പട്ടികയുടെ മുൻനിരയിൽ ഇടം പിടിച്ചത്. അന്ന് പ്രതിപക്ഷ സംഘടനകൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നുവെങ്കിലും അധികാര ഹുങ്കിൽ അന്നത്തെ സർക്കാരോ PSC നേതൃത്വമോ ഇത് കേട്ട ഭാവം നടിച്ചില്ല. എന്നാൽ ഭരണം മാറിയ സാഹചര്യത്തിൽ ഈ തസ്തികകളിലെ നിയമനങ്ങളെക്കുറിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നതും അന്വേഷണം നടക്കുന്നതും. PSC ചട്ടപ്രകാരം അഭിമുഖം പൂർത്തിയാകാതെ ഒരു പരീക്ഷയുടെയും മാർക്കുകൾ പുറത്തുവിടാനോ ആർക്കും കൈമാറാനോ പാടില്ല എന്ന കർശന നിയമമുണ്ട്. എന്നാൽ ഇടത് ഭരണകാലത്ത് ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് രാഷ്ട്രീയക്കാരായ PSC അംഗങ്ങൾ പരീക്ഷാ മാർക്കുകൾ മുൻകൂട്ടി കൈവശപ്പെടുത്തുന്നത് പതിവായിരുന്നു. തങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രേഖാമൂലമുള്ള പരീക്ഷയിൽ എത്ര മാർക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അവരെ റാങ്ക് പട്ടികയിൽ ഒന്നാമത് എത്തിക്കാൻ അഭിമുഖ പരീക്ഷയിൽ വാരിക്കോരി മാർക്ക് നൽകുന്ന തന്ത്രമാണ് ഇവർ പയറ്റിയത്. യോഗ്യതയുള്ളവർ അഭിമുഖത്തിൽ മാർക്ക് കുറഞ്ഞ് പുറത്തു പോയപ്പോൾ നേതാക്കളുടെ സ്വന്തക്കാർ സിവിൽ സർവീസിന്റെ അമരത്തേക്ക് കയറിപ്പറ്റി. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ PSCയുടെ സ്വതന്ത്ര സ്വഭാവത്തെ എത്രത്തോളം തകർത്തു എന്നതിന് വ്യക്തമായ തെളിവാണ് ഇപ്പോൾ വിവാദമായ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള അഭിമുഖം. ഈ തസ്തികയിലേക്ക് കഴിഞ്ഞ തവണ നടന്ന അഭിമുഖ പരീക്ഷയിൽ പങ്കെടുത്തതിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന് 3 PSC അംഗങ്ങൾ തന്നെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ മാർക്ക് നൽകാനായി അത്രമാത്രം കടുത്ത സമ്മർദ്ദമാണ് ഈ അംഗങ്ങൾക്ക് മേലുണ്ടായത്. ഒടുവിൽ വഴിവിട്ട കളികൾക്ക് കൂട്ടുനിൽക്കാൻ താല്പര്യമില്ലാതെയാണ് ചില അംഗങ്ങൾ അഭിമുഖ പാനലിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. PSCയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളിലേക്കും അന്വേഷണം പോകുമ്പോൾ അത് CPMന് കൂടുതൽ കുരുക്കാണ്. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ PSCയിലെ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുകൊണ്ട് പിണറായി തന്നെ രംഗത്തേക്ക് വന്നതും ന്യായീകരിക്കാൻ കമ്മികളെ ഇറക്കി വിട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.